പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ക്രഷ്ഡ് ഓർഗൻസ സാരി കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്നൊരു സാരി. ഇപ്പോൾ ഓർഗൻസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ എത്ര റഫ് യൂസ് ചെയ്താലും യാതൊരു പ്രോബ്ലവും ഇല്ല. അതിൽ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ആ എംബ്രോയ്ഡറി വർക്കാണേലും വളരെ ഭംഗിയായിട്ട് തന്നെ കോൺട്രാസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നു. ഈ മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് അല്ല, നമുക്ക് വൺ ലെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാം. അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ടും ഇതിനെ വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബ്ലൗസ് പീസിലും സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇത് വെയർ ചെയ്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാലോ, വളരെ സോഫ്റ്റാണ്. നമുക്കിത് എങ്ങനെ വേണേലും നമുക്കിത് വെയർ ചെയ്യാം. അതുകൊണ്ട് ഇതിൻ്റെ പ്ലീറ്റഡൊക്കെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഭംഗിയുള്ള ഒരു സാരി. ഇതൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ കളറുകളായിട്ട് കാണാം. പിസ്ത ഗ്രീൻ ഷെയ്ഡാട്ടോ ഇത്. പിസ്ത ഗ്രീനിൽ കോൺട്രാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു കളർ കണ്ടോ, പിങ്ക്, പീച്ച് അങ്ങനെയുള്ള ഷെയ്ഡ്സ് തന്നെയാണ് ഇതിൻ്റെ ആ എംബ്രോയ്ഡറി വർക്കായാലും വളരെ പെർഫെക്ഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കട്ട് വർക്കും കൂടെ വരുന്നു. ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. അതുപോലെ ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഈ ഡിസൈൻ ഇവിടെ വരെയും, അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് ഈ സാരി വരിക. ഇത് ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് ചെറിയ പ്ലീറ്റഡ് ആയിട്ടും അതുപോലെ വൺ ലെയർ ആയിട്ടെല്ലാം നമുക്ക് ഈ സാരി വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറഞ്ഞാൽ, ബ്ലൗസ് പീസിൽ ഇങ്ങനെയാണ് വരിക ഡിസൈൻ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2425 നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലാം നല്ല കളേഴ്സ് തന്നെയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഉണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. അതിന് കോൺട്രാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഒരു പിങ്ക് അങ്ങനെയുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ കട്ട് വർക്കും കൂടെ വന്നിട്ടുമുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുമുണ്ട്. ഇങ്ങനെയാണ് വരിക. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് കേട്ടോ ഇത്. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. വൺ ലെയർ ആയിട്ട് തന്നെ ഇത് ഇട്ടിരിക്കുന്നതും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റിൻ്റെ ഭാഗം വരിക. ഇങ്ങനെ വരുന്നു. എല്ലാത്തിൻ്റെയും ബ്ലൗസ് പീസ് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പിങ്കിൻ്റെ ഒരു ഷെയ്ഡിലാട്ടോ ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻസ് വരിക. നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വരിക. സൈഡ് കട്ട് വർക്ക്, സ്കാലപ്പ് വർക്ക് എല്ലാം കൂടി വരുന്നത്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെ. സോഫ്റ്റാണ്. സോഫ്റ്റ് ക്രഷ്ഡ് ഓർഗൻസയാണ്. നമുക്ക് എത്ര റഫ് യൂസ് ചെയ്യുന്നതിന് യാതൊരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇതിലുള്ള കളറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ വിളിക്കുക. എന്നിട്ട് ഞങ്ങൾ ഡേ ലൈറ്റ് തന്നെ കാണിച്ചു തരുന്നതാണ്. ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡാട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, എല്ലാ കളേഴ്സും നല്ലതാണ്. കോൺട്രാസ്റ്റായിട്ട് വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കുകൾ അതിലേറെ ഭംഗിയാണ്. അതിലൊരു കട്ട് വർക്കും കൂടെ വന്നപ്പോഴോ റേറ്റ് വരുന്നത് 2425 എല്ലാത്തിൻ്റെയും വിത്ത് ബ്ലൗസും ഈ വർക്ക് തന്നെ വരുന്നുമുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇതിനിപ്പോൾ ഞാൻ ഇത്രയും നേരം കാണിച്ച കോൺട്രാസ്റ്റാണ്. ഇനിയിപ്പോൾ സെൽഫായിട്ടുള്ള കട്ട് വർക്ക് വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ റേറ്റിൽ മാറ്റമുണ്ട് കേട്ടോ. 2365 വന്നിരിക്കുന്നത്. സെൽഫായിട്ടുള്ള കട്ട് വർക്ക് ക്രഷ്ഡ് ഓർഗൻസയാണ് കേട്ടോ. നമുക്ക് എത്ര വേണേലും ഇത് റഫ് യൂസ് ചെയ്യാം, വാഷ് ചെയ്യാം. യാതൊരു പ്രോബ്ലം ഇല്ലാത്തൊരു സാരി. നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാനും. ട്രാൻസ്പെറൻ്റ് അല്ല, ഞാൻ വൺ ലെയർ ആയിട്ടായിട്ടിരിക്കുന്നത്. വളരെ സോഫ്റ്റാണ് ഇത് വെയർ ചെയ്യുമ്പോഴും എല്ലാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ള് വരിക. ഇതിന് വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻ്റെയിലും ഇതേ ഡിസൈൻ തന്നെ വന്നിരിക്കുന്നു. ഇത് ഒണിയൻ പിങ്കിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടാണ് തന്നെ. ഇതെല്ലാം സെൽഫായിട്ടുള്ള കട്ട് വർക്ക് തന്നെ. ഇങ്ങനെയാണ് ഇത്. ഞാൻ ഇത് വൺ ലെയർ ആയിട്ട് തന്നെ ആട്ടോ ഇട്ടേക്കണേ. ട്രാൻസ്പെറൻ്റ് അല്ല, സോഫ്റ്റാണ്, വെയ്റ്റ്ലെസ് ആണ്. ഇത്രയൊക്കെ ഈ സാരികൾക്ക് ഗുണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. നല്ല ഭംഗിയുള്ള കട്ട് വർക്ക്. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടിയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 2365 പിന്നെ ബോഡി പാർട്ടെല്ലാം സെയിം തന്നെ. ഇങ്ങനെ തന്നെയാണ് വരിക. നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാം. അതുപോലെ ഹാൻഡ് വാഷാണ്. യാതൊരു പ്രോബ്ലം ഇല്ല വാഷ് ചെയ്യുന്നതിനൊന്നും. പിന്നെ സ്ലീവിൻ്റെ എൻഡിൽ ഇതേ വർക്കും ഉണ്ട്. ചിക്കു ഷെയ്ഡാണ് കേട്ടോ ഇതിന് വന്നിരിക്കുന്നത്. ഇതിലും സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും. ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരിക. വളരെ സോഫ്റ്റായിട്ടുള്ള ക്രഷ്ഡ് ഓർഗൻസയാണ്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും സെയിം ഡിസൈൻ തന്നെ വന്നിരിക്കുന്നു. രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. ലോവർ പോർഷനിൽ ഈ കട്ട് വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിലായിട്ടാണ് വരിക കേട്ടോ.
ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും. വളരെ സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ. ഞാൻ പറഞ്ഞില്ല, എത്ര നമുക്ക് റഫ് യൂസ് ചെയ്യുന്നതിനും യാതൊരു പ്രോബ്ലവും ഇല്ല. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. റേറ്റ് ആണെങ്കിൽ 2365 വരുന്നത്. ബോഡി പാർട്ടും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ക്രഷ്ഡ് ഓർഗൻസയിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.